ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യണത്, അതിൻ്റെ ഒരു പ്രശ്നമാണത്. ഇന്ന് നമ്മൾ 7 സിസ്റ്റേഴ്സ് പോവാണ്. ഇപ്പം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്, ഇത് അവരുടെ വീടാണ്. അപ്പം നമ്മളിവിടുന്ന് ഞങ്ങൾ അവരുടെ കൂടെ പോവുകയാണ്. ഓക്കെ, ഇതും സൈൻ ഓഫ് ചെയ്തൊന്നും അറിയില്ല, നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ സൈൻ ഓഫ് ചെയ്യട്ടോ. ബൈ ബൈ. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചു. ഏകദേശം 2.5 മണിക്കൂറാണ് നമുക്ക് ലണ്ടനിൽ നിന്ന് 7 സിസ്റ്റേഴ്സിലേക്കുള്ളത്. ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള വഴിയാണ്. ശരിക്കും ഇത് ലണ്ടൻ UK ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നാട്ടിലെ ഒരു കുട്ടിക്കാനത്തേക്കൊക്കെ പോകുന്ന ഒരു വഴി കൂടെ പോകുന്ന ഒരു പ്രകൃതിയാണ് നമുക്ക്. കാരണം മൊത്തം പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയാണ് ഈ വഴികളിൽ മൊത്തം ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഇത് ശരിക്കും നാടല്ലേ, നാട്ടിലെ ഒരു വൈബ് തന്നെയാണല്ലോ. ആകെ ഇടയ്ക്ക് വണ്ടികൾ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇത് UK ആണെന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടേക്ക് ബസ്സിലും വരാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് കാറിൽ മനസ്സിലാക്കും. കാറിലാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ, ട്രെയിനിലാണെങ്കിലും നമുക്ക് ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് നേരെ നമ്മൾ സീഫോർഡ് റെയിൽവേ സ്റ്റേഷൻ, അവിടുന്ന് ബസ് എടുത്ത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ സീഫോർഡ് ടൗൺ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസമായിട്ടുള്ളൊരു ടൗൺ ആണ്. ഇതിന് ഒരു കടൽ ഫേസ് ചെയ്യുന്ന ഒരു ടൗൺ ആണ്. ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കാണാനും ഭയങ്കര രസം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാർ പാർക്കിലേക്കാണ്. നമ്മളിപ്പോൾ പാർക്ക് ചെയ്യാൻ പോകുന്നത് സൗത്ത് ബാൺ ഹിൽ കാർ പാർക്കിലാണ്. ഇത് ഇവിടെ 2-3 കാർ പാർക്ക്സ് അവൈലബിൾ ആണ്, ബട്ട് ദിസ് വൺ ഈസ് ആക്ച്വലി ഫ്രീ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻ കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം ആക്ച്വലി ഇവിടെ നിന്നുള്ള 7 സിസ്റ്റേഴ്സിൻ്റെ വ്യൂവിന് വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം. പിന്നെ ഇവിടെ കുറച്ച് സൈൻസ് ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോ ഡ്രോൺ സോൺ ഏരിയ ആണ്. അപ്പോൾ നമുക്കിവിടെ ഡ്രോൺ പറത്താനൊന്നും പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കണം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഈ വ്യൂ ഇവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാർ പാർക്കിൽ വന്നിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നിങ്ങൾക്കിപ്പോൾ കാണാം ആ വ്യൂ, ഒരു രക്ഷയില്ല. നമുക്ക് 7 സിസ്റ്റേഴ്സും ഈ സൈഡിൽ നോക്കിയാൽ കാണാം. നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഒരു നമ്മൾ വിചാരിക്കുന്നവരൊന്നും അല്ല, അടിപൊളി കാറ്റാണ്. അതുകൊണ്ട് നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടാണെങ്കിൽ കൂടി പറന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. 2 വട്ടം ഞങ്ങളുടെ ക്യാമറയൊക്കെ ഇങ്ങനെ താഴെ പോയായിരുന്നു. പക്ഷെ ലക്ലി ക്യാമറയ്ക്ക് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. കൂടുതൽ ആൾക്കാരും വരുന്നത് ലണ്ടനിൽ നിന്നൊക്കെയാണ്. അവർ കൂടുതൽ ഹൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു കടലിൽ നിന്ന് ഇങ്ങനെ പൊക്കി എടുത്തു വെച്ചിരിക്കുന്ന സംഭവമാണ്. അപ്പം നമ്മൾ സൗത്ത് ബാൺ ഹിൽ പാർക്കിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നടുവിലൂടെ ഒരു കനാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കനാലല്ല, ശരിക്കും ഒരു റിവറാണ്. ഏതാണ് റിവർ? ക്യുക്യുമേർ റിവറോ അങ്ങനെ ഇതുപോലുള്ള റിവറാണ്. അത് ആ റിവർ കടലിലേക്ക് ചേരുന്ന അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് ആ കാർ പാർക്കിന് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്ലിഫിൻ്റെ അടിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഓൾ ദ വേ ടു മറ്റേ നമ്മുടെ വിസിറ്റർ സെൻറ്റർ ഉണ്ട് ഇവിടുത്തെ 7 സിസ്റ്റേഴ്സിൻ്റെ. അവിടെയാണ് മെയിനായിട്ട് ബസ് സ്റ്റോപ്പ് ഉള്ളത് ബസ്സിന് വരുന്നവർക്ക്. അപ്പോൾ അവിടെ വരെ ചെന്ന് പിന്നെ അവിടെ നിന്ന് വേറൊരു വഴി ഇതിനിപ്പുറത്തോട്ട് ഈ കനാലിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ നടന്ന് വേണം വരാൻ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കപ്പിൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അവർ ഇത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ധൈര്യം കിട്ടും. കാരണം നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇത് ചെറിയൊരു വാട്ടർ ഫ്ലോ അല്ലേ എന്ന് തോന്നും. പക്ഷെ അല്ല, അവിടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ആഴത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. കാരണം ഇത് കടലിൽ പതിക്കുന്ന ഒരു റിവർ ആയതുകൊണ്ട് തന്നെ ആ എൻഡ് പോർഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ നിന്ന് ഒരാൾ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന്. അപ്പോൾ ആ കപ്പിള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊന്ന് കടക്കാൻ വേണ്ടി. അവർ കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കടക്കാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ചേട്ടൻ ആ ചേച്ചി എടുക്കാൻ വേണ്ടി വരണോ? അല്ലല്ല, ഓക്കെ. അവർ ശ്രമം അവസാനിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കാരണം ഇവർ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഓക്കെ അവർ നമ്മളെ കണ്ടു. ഓക്കെ, സോ ലണ്ടനിലാണെങ്കിലും UK ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കും സീഫോർഡിൽ നിന്നുള്ള ബസ്സുകളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഞങ്ങളിപ്പോൾ നടന്ന് ഈ മുമ്പേ പറഞ്ഞ വഴി കൂടെ നടന്ന് ആ വിസിറ്റർ സെൻറ്ററിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ അവിടെ കഫേസ് ഒക്കെ അവൈലബിൾ ആണ്. കഫേസ്, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. അപ്പം അവിടെ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ച് ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ആ റിവറിന് ഹൊറിസോണ്ടലി കിടക്കണ ആ വഴി കൂടെ നമുക്ക് അപ്പുറത്ത് ക്ലിഫിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റും. അപ്പം ഞങ്ങളിപ്പോൾ ആ വഴി കൂടെ ഇനി ക്ലിഫിൻ്റെ അടുത്തോട്ട് പോകുവാണ്. കാരണം മുമ്പേ നമ്മൾ വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ. ആ വഴി നല്ല രസമാട്ടോ. മൊത്തം ഇങ്ങനെ ഒരു ഫുൾ ഗ്രീനറി ആയിട്ട് നടക്കുന്ന വഴിയാണ്. പോണ വഴിക്ക് നമുക്ക് ഇതുപോലെ കുറേ പോണീസിനെയൊക്കെ കാണാൻ പറ്റും. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഞങ്ങൾ ആദ്യം 1-2 കണ്ടുള്ളൂ. പിന്നെ മുന്നോട്ട് വരുമ്പം നമുക്കൊരു 10-12ഓളം പോണീസിനെ ഇങ്ങനെ കാണാം. അതും നല്ല ഭംഗിയൊക്കെയുള്ള കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്.
നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഭയങ്കര രസമാണ്. കാരണം ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോണീസിനെ കണ്ടിട്ടുള്ളത്. പോണീസിൻ്റെ മുകളിൽ റൈഡൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും അടുത്ത് പോണീസിനെ ഇങ്ങനെ കാണുന്നത് നല്ല രസമുണ്ട്. പോണീസിന് ഒരു പ്രത്യേക ഡിഫറെൻറ്റ് കളേഴ്സാണ് ഓരോ പോണീസിനും കാണാൻ പറ്റുന്നത്. ഇടയ്ക്ക് ഏതൊക്കെയോ നമ്മളിങ്ങനെ കുത്താൻ വരുന്ന പോലെയൊക്കെ വന്നായിരുന്നു. പക്ഷെ അത് മേ ബി അതുങ്ങൾ പേടിച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ. യെസ്, അപ്പോൾ ഞങ്ങൾ ഈ പോണീസിനെയൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ചെറിയൊരു സ്ട്രെയിറ്റ് ഹൈക്ക് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഇൻക്ലൈൻസ് ഒന്നും ഇല്ല, കാരണം നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻക്ലൈൻസ് ഇല്ലാണ്ട് ഒരു ഹൈക്കാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന 7 സിസ്റ്റേഴ്സിൻ്റെ വൺ ഓഫ് ദ ക്ലിഫാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പം കടലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെയും ഒക്കെ ചുണ്ണാമ്പ് കല്ലുകൾ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം സോയിൽ ഇറോഷൻ്റെ പാർട്ടായിട്ട് സംഭവിക്കുന്നതാണ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് എന്തൊക്കെയോ പെറുക്കുന്നത് പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ചോദിച്ചു എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എന്തോ ഒരു ഷെൽഫിഷ് ക്ലാംസ് ഒക്കെ പോലത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അവരുടെ നാട്ടിൽ, അവർ പോർച്ചുഗലുകാരെ കണ്ട് അവരുടെ നാട്ടിൽ കഴിച്ചു വരുന്നത് സാധനമാണ്. അപ്പോൾ അവർ അതിങ്ങനെ പെറുക്കി വീട്ടിൽ കൊണ്ടുപോയി കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അവരത് ഞങ്ങൾക്ക് കാണിച്ചു തരിക ചെയ്തു. അതിൻ്റെ ക്ലിപ്സ് ഒന്നും എടുത്തില്ല കേട്ടോ. അത് അവരുടെ പെർമിഷൻ ഇപ്പം അവർക്ക് ഇഷ്ടപ്പെടുകയെന്നറിയില്ലോ, ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഈ കാണുന്ന ക്ലിപ്സ് എല്ലാം ഈ ലൈം സ്റ്റോൺ ആണ്. അപ്പം ആക്ച്വലി ഇതൊരു ഡിസപ്പിയറിങ് വണ്ടറാണ്. നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് അടുത്ത വർഷങ്ങൾ എന്നല്ല, മേ ബി ഒരു 100-200 വർഷങ്ങൾക്ക് ശേഷം ഇതിപ്പോൾ കാണുന്ന പോലെ രൂപത്തിലൊന്നും ആയിരിക്കണ്ടാവില്ല. കാരണം എല്ലാ വർഷവും ഇതിൻ്റെ ഒരു 30 to 40 സെൻറ്റിമീറ്റർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ പൊടിഞ്ഞും ഇടിഞ്ഞൊക്കെ ആയിട്ട് അത് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ ക്ലിഫിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. ക്ലിഫ് എൻ്റെ അടിയിൽ പോയി നിന്ന ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പം പൊന്നു അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ഞാൻ പൊന്നുവിൻ്റെ പുറകെ പോവാണ്. ഞാൻ ഈ ഗുഹ കണ്ടപ്പോൾ ഓടി എൻ്റെ കീഴെ പോയി കയറിയിരിക്കാൻ നല്ല രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പം മഞ്ജുജി പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോവരുത് അതിൻ്റെ കീഴിൽ കയറി ഇരിക്കരുത്. ഞാൻ ആദ്യമൊന്നും കേട്ടില്ല. ഞാൻ അവിടെ കയറിപ്പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മഞ്ജുജി പറഞ്ഞപ്പോഴാണ് ഞാൻ കേൾക്കണത്. കാരണം ഈ മുമ്പേ പറഞ്ഞ പോലെ ഈ മുകളിൽ നിന്ന് ചെറിയ ചെറിയ കല്ലുകളും ഇതിൽ ലൈം സ്റ്റോൺസ് ഒക്കെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നോണ്ടേ ഇരിക്കുക. അപ്പം ഇതെപ്പോൾ വേണമെങ്കിൽ അത് ഇടിഞ്ഞ് പോരാം, അത് നമ്മുടെ തലയിൽ വീഴാം, നമുക്ക് എന്ത് വേണം സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ക്ലിപ്പിൻ്റെ അടിയിൽ പോയി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊന്നും ചേർന്ന് പോയി നിൽക്കരുത്. പിന്നെ ഇത് ഫ്രാൻസിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അധിനിവേശങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെയൊക്കെ റിട്രാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബങ്കേഴ്സൊക്കെ നമുക്കുള്ളത്. നമ്മളിവിടെ ബീച്ചിൽ നെല്ലുണ്ടൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ക്ലൗഡി ആയി. കുറച്ച് മുന്നേ നല്ല സണ്ണി ആയിരുന്നു, ഇപ്പോൾ ക്ലൗഡി ആയിരുന്നു. സോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാം. വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം തരാം.